നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു പറ്റം ചെറുപ്പക്കാരാണ്, ഒരു പറ്റം ആളുകളാണ്. ഇവരെല്ലാവരും പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിനായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ബഹ്റൈനിൽ നിന്നും ഇത്തരം ഒരു യുദ്ധത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷനിലും വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു മനസ്സ് എങ്ങനെയായിരുന്നു? ജനാധിപത്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മഹോത്സവമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു സമയമാണ്. കാരണം സാഹചര്യങ്ങളൊക്കെ വളരെ പ്രതികൂലമാണ്. എന്നിരുന്നാലും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായതുകൊണ്ടും മാത്രമല്ല, പ്രവാസികളെ 10 വർഷം പ്രയാസപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി പെരിന്തൽമണ്ണയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റാണ് നജീബ് കാന്തപുരം. അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളോട് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, 4 പേർക്ക് പരിക്കും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിയത്? അത് ബഹ്റൈനിലുള്ളവർക്ക് എയർപോർട്ടൊക്കെ ക്ലോസ് ആണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും അവിടുത്തെ ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം പ്രവാസികളെ വളരെ അവരുടെ ജനതയെപ്പോലെ തന്നെ ഞങ്ങളെ സുരക്ഷിതമായി നിർത്തുന്നതിൽ ബഹ്റൈൻ ഗവൺമെൻറ് മാത്രമല്ല GCCയിലെ എല്ലാ ഗവൺമെൻറ്റുകളും ഞങ്ങളോട് സഹകരിച്ച് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങൾ എത്തുന്നത് ബഹ്റൈൻ എയർപോർട്ട് അടച്ചിട്ട് 1 മാസമായി. ഞങ്ങൾ റിയാദിലോട് വന്നവരാണ്, പല ആളുകളും ദമാമ് വഴി വന്നവരാണ്. വളരെ ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു മഹോത്സവമാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ജനാധിപത്യ രാജ്യത്തുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നുള്ളത് കൊണ്ട് വളരെ റിസ്ക് പിടിച്ചുള്ളൊരു യാത്രയിൽ ഞങ്ങളോട് എത്തിപ്പെട്ടിട്ടുള്ളത്. സൗദി വഴി, റിയാദ് വഴിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തകൻ യഥാർത്ഥ പൊതുപ്രവർത്തകനായി മാറുന്നത്. ആ ഒരു സീരിയസോടുകൂടി തന്നെയാണ് പ്രവാസ പരിസരത്തുള്ള ആളുകൾ നിലവിലുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ കൂടി വലിയ ഫെയർ ടിക്കറ്റിന് നൽകിക്കൊണ്ട് ഏതാണ്ട് പലരും ഇന്ത്യയുടെ 1 ലക്ഷം രൂപയോളം അടുത്ത് വരുന്ന ഒരു ഫെയർ നൽകിയിട്ടാണ് വരുന്നത്. അത് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ, പ്രത്യേകിച്ച് നിലവിലുള്ള പ്രവാസികളോട് കടുത്ത അവഗണനയും വഞ്ചനയും നടത്തിയ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ലഭിച്ച ഏറ്റവും സുവർണാവസരം എന്ന നിലയിൽ തങ്ങൾ ചെലവാക്കുന്ന എത്ര പൈസ ചെലവാക്കിയിട്ടായാലും തരക്കേടില്ല, ഈ നിലവിലുള്ള പിണറായി സർക്കാരിനെതിരെ വോട്ട് ചെയ്തുകൊണ്ട് പ്രവാസികളുടെ വിഷയങ്ങളോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വരണമെന്ന അദമ്യമായ ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ മണ്ഡലത്തിലേക്ക് ആളുകൾ വരുന്നതും അതോടൊപ്പം നമ്മളുമായി ബന്ധമുള്ള നജീബ് കാന്തപുരം അടക്കമുള്ള ആളുകളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഇനിയും ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അറിവിലുള്ള ഒരു കാര്യങ്ങൾ? നിലവിൽ ഇനിയിപ്പം വളരെ ചുരുങ്ങിയ 1-2 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളം വലിയ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ നമ്മളെ ഇത്രത്തോളം ഫെയർ നൽകി വരാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടും അതേപോലെ അവിടെ സ്ഥാപനങ്ങളുമായും ജോലിയുമായും ഒക്കെ ബന്ധപ്പെട്ട് ഒരു പ്രതികൂല സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് കൂടുതൽ ആളുകൾ മുമ്പത്തെ പോലെ വരാത്തത്. അല്ലായിരുന്നുവെങ്കിൽ KMCC അടക്കമുള്ള സംഘടനകൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകളൊക്കെ ചെയ്തിട്ട് ആളുകൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ അത്ര അനുകൂലമല്ലാത്തൊരു സാഹചര്യം കൊണ്ട് എന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനോടുള്ള താല്പര്യമുള്ള വലിയ ഒരു സമൂഹം ഏതാണ്ട് കേരളത്തിലെ ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അതിന് KMCC വലിയ അർത്ഥത്തിൽ പ്രോത്സാഹനവും മുൻകൈയും എടുത്തിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാം. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതോ മെയ് 4-ാം തീയതിയാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണോ പോകുന്നത്? തീർച്ചയായും പലരും ജോലിയും ബിസിനസ് ബന്ധവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അത്രത്തോളം നിൽക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് എന്ന അതിൻ്റെ ഒരു മൂല്യം അത് അടയാളപ്പെടുത്തി പോകുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. അതല്ലാതെ സമയവും സാഹചര്യമൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ആ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ കൂടി പങ്കെടുത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ. ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ പ്രവാസികളാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഒരു കേരളത്തിൽ ഒരു ഭരണ മാറ്റമാവോ അതോ ഭരണ തുടർച്ച തന്നെയാണോ ഉണ്ടാവുക? ഭരണമാറ്റം തുടർച്ചയായിട്ടും ഉണ്ടാവും. ഭരണം തുടർച്ച ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള പ്രവാസി സമൂഹങ്ങളെ കഴിഞ്ഞ 10 വർഷക്കാലമായിക്കൊണ്ട് വളരെ പ്രയാസത്തിലാക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. 100% കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരും. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ കേരളത്തിൽ സംയോജമാകാൻ പോവുകയാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഭരണമാറ്റമാണോ ഭരണ തുടർച്ചയാണ്? ഭരണമാറ്റം ഉറപ്പായിട്ടുണ്ടാവും. കാരണം അത്രത്തോളം പ്രവാസികളെ ദ്രോഹിച്ച സർക്കാരാണ് ഇവിടെയുള്ളത്. തീർച്ചയായും ഭരണമാറ്റത്തെക്കുറിച്ച് ഒരു ലവലേശം ശങ്കയില്ല. തീർച്ചയായും ഭരണമാറ്റം സംഭവിക്കും. ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. തീർച്ചയായും 100-പരം സീറ്റുകളോടുകൂടെ UDF അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും ഒരു സംശയമില്ല ആ കാര്യത്തിൽ. കാരണം ജനങ്ങൾ ഒരുപാട് 10 വർഷം നമ്മൾ ഏകദേശം 25 വർഷം പിന്നോട്ടടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ജനങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ജെൻസി ജനറേഷൻ, അവർ കാത്തിരിക്കുകയാണ് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി. അത് പ്രതിഫലിക്കും.
തീർച്ചയായും ഭരണമാറ്റം തീർച്ചയായും ഉണ്ടാവും. കാരണം ഈ വിലകയറ്റവും ഇപ്പോൾ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടെല്ലാം പ്രവാസി കുടുംബത്തിനെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനവികാരം തീർച്ചയായും ഭരണത്തിനെതിരാണ്. തീർച്ചയായും ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും തന്നെ ഭരണവിരുദ്ധമുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ വൈറ്റ് വാഷാണ് ഉദ്ദേശിക്കുന്നത്. 16 തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നടന്ന മലപ്പുറം ജില്ല, പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ല, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രവാസികൾ കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു ഭരണമാറ്റം തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി 100ഓളം സീറ്റാണ്. 100%. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.